നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സിൻ്റെ നോട്ട്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഭാഗം വരെയുള്ള നോട്ട്സ് നമുക്കിന്ന് നോക്കാം. നോക്കിയോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Name the people who spread new ideas in the world history in the 6th century BCE. BCE 6ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ പുതിയ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്ത അല്ലെങ്കിൽ പ്രചരിപ്പിച്ച വ്യക്തികൾ ആരെല്ലാം? ആരൊക്കെയായിരുന്നു? ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരുണ്ട്. ആരൊക്കെയാ? വർത്തമാന മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ. ഇന്ത്യയിൽ നിന്ന് വർത്തമാന മഹാവീരനും ഗൗതമ ബുദ്ധനും. അടുത്ത ഇറാനിൽ നിന്ന് സരതുഷ്ട്ര. ആരാണ്? സരതുഷ്ട്ര. ചൈനയിൽ നിന്ന് കൺഫ്യൂഷ്യസ്. ഗ്രീസിൽ നിന്ന് ഹെറാക്ലിറ്റസ്. ഇത്രയും പേർ കേട്ടോ. അപ്പോൾ വർത്തമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ ഫ്രം ഇന്ത്യയിൽ നിന്ന്, സരതുഷ്ട്ര ഇറാനിൽ നിന്ന്, കൺഫ്യൂഷ്യസ് ചൈനയിൽ നിന്ന്, ഹെറാക്ലിറ്റസ് ഗ്രീസിൽ നിന്ന്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ദ ഗംഗാ ബേസിൻ. ഗംഗാ ബേസിനിലെ മെറ്റീരിയൽ കണ്ടീഷൻസിന്റെ ഫോർമേഷന് സഹായിച്ച ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? അല്ലെങ്കിൽ നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ഉണ്ട്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയണിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം. അയൺ ടൂൾസ് എന്ന് വെച്ചാൽ ഈ ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷികോൽപാദനങ്ങളുടെ വർധനവ്. അടുത്ത ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്, സിറ്റീസ് നഗരങ്ങളുടെയും പിന്നെ ട്രേഡ് കച്ചവടത്തിൻ്റെയും വളർച്ച. ഇത് 3. ഓക്കെ. അപ്പം നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ഓക്കെ ആണല്ലോ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോ എക്കണോമിക് സിസ്റ്റം എമർജ്ഡ് ഇൻ ദ ഗംഗാ ബേസിൻ ബൈ ദ 6th century BCE. BCE 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാതടത്തിൽ ഉയർന്നു വന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? 1. ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ക്യാറ്റിൽ, ആ കൃഷിയെയും കന്നുകാലിയെയും ആശ്രയിച്ചുള്ളതായിരുന്നു. രണ്ടാമത്തത് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൻഡ് അനിമൽ സാക്രിഫൈസസ്, ആ യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്നു. ഓക്കെ. റിച്വൽസ് എന്ന് വെച്ചാൽ അനുഷ്ഠാനങ്ങൾ കേട്ടോ. അടുത്ത അനിമൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ മൃഗബലി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: Write the factors that forced the pupil to think against the Vedic rituals. വേദിക് റിച്വൽസിനെതിരായി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? വേദിക് പ്രാക്ടീസസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൻഡ് അനിമൽ സാക്രിഫൈസസ്. ഈ വേദിക് പ്രാക്ടീസസ് വേദകാലഘട്ടം എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു? റിച്വൽസിനും അനിമൽ സാക്രിഫൈസിനും. റിച്വൽസ് എന്ന് വെച്ചാൽ അനുഷ്ഠാനങ്ങൾക്കും, അനിമൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ മൃഗബലിക്കും പ്രാധാന്യം നൽകിയിരുന്നു. അഗ്രികൾച്ചർ ഡിപ്പെൻഡിങ് ഓൺ കാറ്റിൽ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ വൈഡ്ലി പ്രിവൈൽഡ് പ്രാക്ടീസ് ഓഫ് അനിമൽ സാക്രിഫൈസ്. അതായത് ഈ റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്തിരുന്നു. വേദിക് പീരീഡിൽ. ഈ വേദിക് പീരീഡിൽ ഇങ്ങനെ മൃഗങ്ങളെ ബലി കൊടുത്തത് ഈ കന്നുകാലികളെ, കാറ്റിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെ, അഗ്രികൾച്ചറൽ പ്രവൃത്തി അല്ലെങ്കിൽ കൃഷി എന്ന ആ ഒരു പ്രവൃത്തിയെ അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, വളരെ പ്രതികൂലമായി ബാധിച്ചു. മനസ്സിലായോ? അഗ്രികൾച്ചർ ഡിപ്പെൻഡിങ് ഓൺ കാറ്റിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറിനെ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, പ്രതികൂലമായി ബാധിച്ചു. ഏത് പ്രവൃത്തിയാണ് അങ്ങനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചത്? വൈഡ്ലി പ്രിവൈൽഡ് പ്രാക്ടീസ് ഓഫ് അനിമൽ സാക്രിഫൈസ്. ഈ വേദിക് പീരീഡിൽ അവിടെ നിലവിലുണ്ടായിരുന്ന വൈഡ്ലി പ്രിവൈൽഡ്, വ്യാപകമായിട്ട് നിലവിലുണ്ടായിരുന്ന പ്രാക്ടീസ് ഓഫ് അനിമൽ സാക്രിഫൈസ്, മൃഗബലി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി. മനസ്സിലായോ? അടുത്ത എൻ്റെ മലയാളം മീഡിയം നോക്കിയുള്ളൂ. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ത്? വേദകാലത്ത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്നു. യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. അടുത്തത് ഹൂ വെയർ ഗഹപതീസ്. ആരായിരുന്നു ഗഹപതികൾ? റിച്ച് ക്ലാസ് എമർജ്ഡ് ഔട്ട്സൈഡ് ദ എക്സിസ്റ്റിംഗ് വർണ്ണ സിസ്റ്റം. അവിടെ നിലവിലുണ്ടായിരുന്ന വർണ്ണ സിസ്റ്റത്തിന് ഔട്ട്സൈഡിൽ, പുറമേ ഉയർന്നു വന്ന ഒരു റിച്ച് ക്ലാസ്, സമ്പന്ന വിഭാഗമാണ് ഗഹപതീസ്. എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഓൺ ദ ലാൻഡ്. അവർ ആ ട്രേഡിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അവർക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ഹയർ പൊസിഷൻ ആൻഡ് ഗെയിൻഡ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ഫിനാൻഷ്യലി അവർ ഹയർ പൊസിഷൻ ആയിരുന്നു. അവർക്ക് സൊസൈറ്റിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസും ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഗഹപതികൾ? വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വന്ന ധനാഢ്യരായ ഒരു വിഭാഗം. കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വച്ചിരുന്നു. സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ അഗ്രികൾച്ചറൽ എക്കണോമി set the stage for the rise of the new ideas in the 6th century BCE. അതായത് BC 6ാം നൂറ്റാണ്ടിൽ കാർഷിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടത് പുതിയ ആശയങ്ങളുടെ ആവിർഭാവത്തിന് പശ്ചാത്തലമൊരുക്കിയത് എങ്ങനെ? ചർച്ച ചെയ്യുക.
അപ്പോൾ നോക്കിയോളൂ അതിൻ്റെ ആൻസർ. By the 6th century BC, an agricultural economy based on farming and cattle had developed in the Ganga Basin. 6th century BC-യിൽ ഒരു അഗ്രികൾച്ചറൽ എക്കണോമി ഡെവലപ്പ് ചെയ്തു. അത് ബേസ്ഡ് ഓൺ ഫാമിംഗ് ആൻഡ് കാറ്റിലിനെ കന്നുകാലികളെയും ഫാമിംഗ് കൃഷിയെയും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഹാഡ് ഡെവലപ്ഡ് അത് എന്ത് ചെയ്തു? ഗംഗാ ബേസിനിൽ ഡെവലപ്പ് ചെയ്തു. ഗംഗാ ബേസിനിൽ ഗംഗാധരത്തിൽ നിലവിൽ വന്നു. വേദിക് റിച്വൽസ് ഇൻവോൾവ്ഡ് അനിമൽ സാക്രിഫൈസസ് വിത്ത് ഹാംഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അതായത് വേദിക് റിച്വൽസിൽ എന്ത് ഇൻവോൾവ് ആയിരുന്നു, എന്ത് ഉൾപ്പെട്ടിരുന്നു? അനിമൽ സാക്രിഫൈസ്, മൃഗബലി ഉൾപ്പെട്ടിരുന്ന വേദിക് റിച്വൽസ് വിച്ച് ഹാംഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ദോഷകരമായി. ദിസ് ലേറ്റ് മെനി പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ആൻഡ് അപ്പോസ് ദ വേദിക് റിച്വൽസ്. ഇത് ഒരുപാട് ആൾക്കാർ വേദിക് റിച്വൽസിനെ ഒപ്പോസ് ചെയ്യാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും കാരണമായി. ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ഇൻക്രീസ്ഡ് ദ വെൽത്ത് ഓഫ് ദി വൈശ്യാസ് ഹു വാണ്ടഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ഇനി ട്രേഡിൽ ഉണ്ടായ ഗ്രോത്ത് ഈ വൈശ്യാസിൻ്റെ വെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഹു വാണ്ടഡ് അതിൻ്റെ ഫലമായിട്ട് അവർ ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. നല്ല ഹയർ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഈ വൈശ്യാസ് ആവശ്യപ്പെട്ടു. വൈശ്യർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. റിച്ച് ലാൻഡ് ഓണേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് കോൾഡ് ഗഹപതീസ് ഓൾസോ എമർജ്ഡ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ വർണ്ണ സിസ്റ്റം. ട്രഡീഷണൽ ആയിട്ടുള്ള വർണ്ണ സിസ്റ്റത്തിന് പുറത്ത് ഉയർന്നു വന്ന റിച്ച് ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആണ് ആരെന്നറിയപ്പെടുന്നത്? ഗഹപതീസ് എന്നറിയപ്പെടുന്നത്. These social and economic changes created a favorable atmosphere for new ideas. ഇങ്ങനെയുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, പുതിയ ഐഡിയാസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായി ന്യൂ ഫിലോസഫീസ് സച്ച് ആസ് ജൈനിസം ആൻഡ് ബുദ്ധിസം എമർജ്ഡ്. ജൈനിസം, ബുദ്ധിസം എന്നിവ എമർജ് ചെയ്തു. ആൻഡ് ഗെയിൻഡ് ദ സപ്പോർട്ട് ഓഫ് വൈശ്യാസ് ആൻഡ് ഗഹപതീസ്. എന്നിട്ട് അവർക്ക് ഗഹപതീസിൻ്റെയും വൈശ്യാസിൻ്റെയും സപ്പോർട്ട് ലഭിച്ചു. മലയാളം മീഡിയം നോക്കിയുള്ളൂ. അതിൻ്റെ BC 6ാം നൂറ്റാണ്ടോടെ ഗംഗാ നദീതടത്തിൽ കൃഷിയെയും കന്നുകാലികളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ വികസിച്ചു. വേദകാല ആചാരങ്ങളിൽ മൃഗബലി ഉൾപ്പെട്ടിരുന്നു. ഇത് കൃഷിയെ ദോഷകരമായി ബാധിച്ചു. ഇത് നിരവധി ആളുകൾ വേദകാല ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും എതിർക്കാനും പ്രേരിപ്പിച്ചു. വ്യാപാരത്തിൻ്റെ വളർച്ച വൈശ്യരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. അതിനാൽ അവർ ഉയർന്ന സാമൂഹിക പദവി ആഗ്രഹിച്ചിരുന്നു. ഗഹപതികൾ എന്നറിയപ്പെടുന്ന സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും പരമ്പരാഗത വർണ്ണ സമ്പ്രദായത്തിന് പുറത്ത് ഉയർന്നു വന്നു. ഈ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ പുതിയ ആശയങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. തൽഫലമായി ജൈനമതം, ബുദ്ധമതം തുടങ്ങിയ പുതിയ തത്വചിന്തകൾ ഉയർന്നു വരികയും വൈശ്യരുടെയും ഗഹപതികളുടെയും പിന്തുണ ലഭിക്കുകയും ഉണ്ടായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തീർത്ഥങ്കര മീൻസ്. എന്താണ് തീർത്ഥങ്കരൻ എന്നറിയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ്? വൺ ഹൂ അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസിസം. അതായത് അസെറ്റിസിസം, സന്യാസത്തിലൂടെ വിസ്ഡം എന്ന് വെച്ചാൽ ജ്ഞാനം അറ്റൈൻ ചെയ്തത്, നേടിയവർ എന്നുള്ള അർത്ഥമാണ് തീർത്ഥങ്കര. മനസ്സിലായോ? അപ്പോൾ തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം എന്താണ്? വൺ ഹൂ അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസിസം. സന്യാസത്തിലൂടെ എന്താണ് വിസ്ഡം ലഭിച്ച ആൾക്കാരെയാണ് തീർത്ഥങ്കരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത നെയിം ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തീർത്ഥങ്കരൻ. ആദ്യത്തെയും അവസാനത്തെയും തീർത്ഥങ്കരന്മാർ ആരാണ്? ഋഷഭവേദ വാസ് ദ ഫസ്റ്റ് തീർത്ഥങ്കര. ഋഷഭവേദയാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. വർദ്ധമാന മഹാവീര വാസ് ദ ലാസ്റ്റ് തീർത്ഥങ്കര. എത്രാമത്തെയാണ്? 24th. അപ്പോൾ വർദ്ധമാന മഹാവീരനാണ് 24th ലാസ്റ്റുമായിട്ടുള്ള തീർത്ഥങ്കരൻ. ഓക്കെ, ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ, 24ാമത്തെ അവസാനത്തെയും തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരൻ. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ വർത്തമാന മഹാവീരനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയുള്ളൂ. വർത്തമാന മഹാവീര വാസ് ബോൺ ഇൻ വൈശാലി ഇൻ ബീഹാറിലെ വൈശാലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി കെയിം ടു ബി നോൺ ആസ് മഹാവീര ആൻഡ് ജിന. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന 2 പേരുകളാണ്. എന്തൊക്കെയായിരുന്നു? മഹാവീരൻ എന്നും ജിന എന്നുള്ള ഇങ്ങനെ 2 പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഹി പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ജൈനിസം ബൈ ആഡിങ് ഹിസ് പ്രിൻസിപ്പിൾസ് ടു ദോസ് ഓഫ് പാർശ്വനാഥ. അതായത് പാർശ്വനാഥൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ആഡ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ ആരായിരുന്നു ഈ പാർശ്വനാഥൻ? 23rd തീർത്ഥങ്കരനായിരുന്നു. അതായത് മഹാവീരൻ എന്ന് പറയുന്ന 24th തീർത്ഥങ്കരന് തൊട്ട് മുമ്പേ ഉള്ള തീർത്ഥങ്കരനായിരുന്നു പാർശ്വനാഥ. അപ്പോൾ പാർശ്വനാഥൻ്റെ ഐഡിയാസുമായിട്ട് തീർത്ഥങ്കരൻ തൻ്റെ ഐഡിയാസ് ആഡ് ചെയ്തു. എന്നിട്ടായിരുന്നു അത് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അത് പ്രചരിപ്പിച്ചത്. ഹി ഷെയർഡ് ഹിസ് ഐഡിയാസ് വിത്ത് ദി പീപ്പിൾ ഇൻ പ്രാകൃത് ലാംഗ്വേജ്. ഈ വർത്തമാന മഹാവീരൻ അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്തത് പ്രാകൃത് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലായിരുന്നു. ഹി അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ എന്ന് പറയുന്ന സ്ഥലം, നിയർ പാറ്റ്നയ്ക്കടുത്തുള്ള പാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് നിർവാണം ലഭിച്ചത്. നിർവാണം എന്ന് വെച്ചാൽ മോക്ഷം ലഭിച്ചത്.
അപ്പോൾ വർത്തമാന മഹാവീരനെ കുറിച്ചുള്ള നോട്ട് നോക്കിയോളൂ. വൈശാലിയിൽ ജനനം, മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്ത് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്രാകൃത് ഭാഷകളിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത്. പാവ, പാറ്റ്നയ്ക്ക് സമീപമുള്ള പാവ എന്ന സ്ഥലത്ത് വച്ച് നിർമ്മാണം പ്രാപിച്ചു. അടുത്തത് റൈറ്റ് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ജൈനമത ആശയങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? 3 ഉണ്ട്. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. ഈ ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിങ് ബീങ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അടുത്തത് മഹാവീര പ്രപ്പോസ്ഡ് 3 പ്രിൻസിപ്പിൾസ് ഫോർ അറ്റൈനിങ് മോക്ഷ വിച്ച് വെയർ ദേ. അതായത് മഹാവീരൻ 3 പ്രിൻസിപ്പിൾസ് അതായത് മോക്ഷം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു, പ്രൊപ്പോസ് ചെയ്തു. ആ 3 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്? മോക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ, രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ മോക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാവീരൻ പ്രൊപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 1 റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഇതാണ് 3 പ്രിൻസിപ്പിൾസ്. ഇതൊക്കെയാണ് റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ്, ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. ദീസ് ആർ നോൺ ആസ് ത്രിരത്നാസ്. ഇതെന്തെന്നറിയപ്പെടുന്നു? ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ത്രിരത്നങ്ങൾ എന്നാൽ എന്താണ്? മോക്ഷപ്രാപ്തിക്കായി മഹാവീരൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണിത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അടുത്തത് അക്കോർഡിംഗ് ടു ജൈനിസം മോങ്സ് ആൻഡ് നൺസ് വെയർ സപ്പോർട്ടഡ് ടു ഒബ്സർവ് 5 ഓവ്സ് വിച്ച് വെയർ ദേ. അതായത് ജൈനമതപ്രകാരം സന്യാസികളും സന്യാസിനിമാരും അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ എന്തൊക്കെയാണ്? 1 ഡോണ്ട് കിൽ എനിത്തിങ്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ഡോണ്ട് സ്റ്റീൽ. മോഷ്ടിക്കാൻ പാടില്ല. ഡോണ്ട് ലൈ. കള്ളം പറയാൻ പാടില്ല. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി. നമ്മൾ സ്വത്തൊന്നും കൈവശം വയ്ക്കാൻ പാടില്ല. അടുത്തത് പ്രാക്ടീസ് സെലിബസി. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ഈ 5 വ്രതങ്ങളാണ് അവർ എടുക്കേണ്ടിയിരുന്നത്. ആരാ? ഈ മോങ്സും നൺസും. മോങ്സ് എന്ന് വെച്ചാൽ സന്യാസിമാർ, നൺസ് എന്ന് വെച്ചാൽ സന്യാസിനിമാർ. ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ എന്തെല്ലാം? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. അടുത്തത് ലേറ്റർ 2 സെറ്റ്സ് have been formed in Jainism. Name them. അതായത് ഈ ജൈനിസം പിന്നീട് 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡായി. അത് ഏതൊക്കെയാ? ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ്. ശ്വേതംബരാസ് എന്നും ദിഗംബരൻസ് എന്നും. അടുത്തത് നെയിം ദ ഇമ്പോർട്ടൻറ്റ് ജെയിൻ സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ജെയിൻ സെൻറ്റർ ഏതാണ്? വയനാട് അല്ലേ? വയനാട്. അടുത്തത് ദ ബുദ്ധാസ് ടീച്ചിങ് പ്രിൻസിപ്പിൾസ് വെയർ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ജസ്റ്റിഫൈ. ബുദ്ധൻ്റെ ടീച്ചിങ്സും പ്രിൻസിപ്പിൾസും ഒക്കെ സിമ്പിളായിരുന്നു. ആ ഒരു സെൻറ്റൻസിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയുള്ളൂ. ഹി റിജക്റ്റഡ് വേദാസ്, സാക്രിഫൈസസ് ആൻഡ് ദ കേസ്റ്റ് സിസ്റ്റം. ഈ ബുദ്ധൻ റിജക്റ്റ് ചെയ്തു, നിരാകരിച്ചു. എന്തിനൊക്കെയാണ്? വേദാസ്, വേദങ്ങളെ, സാക്രിഫൈസസ്, ബലികളെ, പിന്നെ കേസ്റ്റ് സിസ്റ്റം, ഈ ജാതി വ്യവസ്ഥയൊക്കെ അദ്ദേഹം നിരാകരിച്ചു. ഹിസ് കൺസെപ്റ്റ് ഓഫ് അഹിംസ വാസ് സൂട്ടബിൾ ടു ദ ന്യൂ കണ്ടീഷൻസ് ഇൻ ദ ഗംഗാ ബേസിൻ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? അഹിംസ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റായ ഈ അഹിംസ ഈ ഗംഗാ ബേസിനിലെ പുതിയ കണ്ടീഷന് വളരെയധികം സൂട്ടബിളായിരുന്നു, അനുയോജ്യമായിരുന്നു. അടുത്തത് ബുദ്ധ സ്റ്റാൻഡ്സ് അഗൈൻസ്റ്റ് സാക്രിഫൈസസ് അട്രാക്റ്റഡ് ദോസ് ഹൂ വെയർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ബുദ്ധൻ്റെ നിലപാട്, എന്തിനെതിരെയുള്ള നിലപാട്? സാക്രിഫൈസിനെതിരെയുള്ള ബുദ്ധൻ്റെ നിലപാട് അട്രാക്റ്റ് ചെയ്തു. ആരെ? ദോസ് ഹൂ വെയർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. കൃഷി പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തു. ഹി സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി, ദ ലാംഗ്വേജ് ഓഫ് ദി കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജായ പാലി ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് തങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ നോക്കിയോളൂ, ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു സമർത്ഥിക്കുക. നോക്കിയോളൂ, വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. അഹിംസ എന്ന ആശയം മുന്നോട്ട് വച്ചു. യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരെ ആകർഷിച്ചു. സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലിയിലാണ് അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചത്. അടുത്ത റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഗൗതമ ബുദ്ധനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് തയ്യാറാക്കാൻ. ഒറിജിനൽ നെയിം സിദ്ധാർത്ഥ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ബോൺ ഇൻ ലുംബിനി, കപിലവസ്തു ഇൻ നേപ്പാൾ. നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിൽ വെച്ചാണ് അദ്ദേഹം ജനിച്ചത്.
അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ് അറ്റ് ബോധ് ഗയ ഇൻ ബീഹാർ. ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചത് കേട്ടോ, ജ്ഞാനോദയം ലഭിച്ചത്. ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് സാരനാഥ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെർമൺ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം എവിടെ വെച്ചായിരുന്നു? സാരനാഥിൽ വെച്ചിട്ടായിരുന്നു. അറ്റൈൻഡ് നിർവാണ അറ്റ് കുഷിനാര. കുഷിനാരയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം നിർവാണം പ്രാപിച്ചത്, അല്ലെങ്കിൽ മോക്ഷം അദ്ദേഹത്തിന് ലഭിച്ച മോക്ഷപ്രാപ്തി ലഭിച്ചത്. ഗൗതമ ബുദ്ധനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്. യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. നേപ്പാളിലെ ലുംബിനിയിൽ കപിലവസ്തുവിൽ അദ്ദേഹം ജനിച്ചു. ബീഹാറിലെ ബോധ്ഗയയിൽ ബോധോദയം നേടി. സാരനാഥിൽ ആദ്യ പ്രഭാഷണം നടത്തി. കുഷിനാരയിൽ നിർവാണം നേടി. അടുത്തത് റൈറ്റ് ബുദ്ധാസ് പ്രിൻസിപ്പിൾ. ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ, ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ലൈഫ് നിറയെ സോറോസ് ആണ്, ദുഃഖങ്ങളാണ്. ഡിസൈർ ഈസ് ദ കോസ് ഓഫ് സോറോ. ആഗ്രഹങ്ങളാണ് സോറോയ്ക്ക് ഉള്ള കാരണങ്ങൾ അല്ലേ. അടുത്തത് ഇഫ് ഡിസൈർ ഈസ് ഡെസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. ഈ ഡിസൈർ ഡെസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ സോറോ വിൽ ഡിസപ്പിയർ. സോറോ ഡിസപ്പിയർ ആവും, നശിക്കും അല്ലേ. അപ്പം ആഗ്രഹം, ഡിസയർ എന്ന് വെച്ചാൽ ആഗ്രഹം നശിച്ചാൽ നമുക്ക് സോറോ, നമ്മുടെ ദുഃഖവും നശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു അച്ചീവ് ദിസ്, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ വാസ് ബിൽറ്റ് ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദ 8 ഫോൾഡ് പാത്ത്, അഷ്ടാംഗ മാർഗം ഷുഡ് ബി ഫോളോഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ നോക്കിയുള്ളൂ ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ജീവിതം ദുഃഖമാണ്. പിന്നെ ആശയാണ് ദുഃഖത്തിന് കാരണം, ഡിസയർ അല്ലേ, ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകും. ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. ഇതാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ. എന്നൊക്കെയുള്ള അഷ്ടാംഗ മാർഗം എന്ന് ബുദ്ധൻ പറയുന്നത് ഏതൊക്കെയാണ്? റൈറ്റ് വിഷൻ, ശരിയായ വീക്ഷണം. റൈറ്റ് ഇൻറ്റൻഷൻ, ശരിയായ ചിന്ത. റൈറ്റ് സ്പീച്ച്, ശരിയായ വാക്ക്. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. റൈറ്റ് ലൈവ്ലിഹുഡ്, ശരിയായ ജീവിതം. റൈറ്റ് എഫേർട്ട്, ശരിയായ പരിശ്രമം. റൈറ്റ് അവയർനെസ്, ശരിയായ സ്മരണ. റൈറ്റ് മെഡിറ്റേഷൻ, ശരിയായ ധ്യാനം. ഇനി അടുത്തത് ദ അഷ്ടാംഗ മാർഗ ഈസ് ഓൾസോ നോൺ ആസ് മിഡിൽ പാത്ത്. അഷ്ടാംഗ മാർഗം മിഡിൽ പാത്ത് എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ദ ബുദ്ധ ഫോർവേഡ് എ പേഴ്സൺ ഫ്രം ടേക്കിംഗ് അപ്പ് സിവിയർ അസറ്റിസം. അതായത് ബുദ്ധൻ ഫോർബേഡ് എന്ന് വെച്ചാൽ ബുദ്ധൻ വിലക്കുന്നു എ പേഴ്സൺ, ഒരു വ്യക്തി, ഫ്രം ടേക്കിംഗ് സിവിയർ അസറ്റിസം, വളരെ സിവിയർ ആയിട്ടുള്ള കഠിനമായ സന്യാസം ചെയ്യുന്നതിനെ ബുദ്ധൻ വിലക്കുന്നു. സിമിലർലി അതുപോലെ തന്നെ ബുദ്ധ റിജക്റ്റഡ് ലക്ഷറിയസ് ലിവിങ്, ആർഭാടപൂർവ്വമുള്ള ജീവിതത്തെയും ബുദ്ധൻ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു, നിരാകരിക്കുന്നു. അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എ മിഡിൽ പാത്ത് ബിറ്റ്വീൻ ദ ടു. ഇതിന് രണ്ടിനിടയിലുള്ള ഒരു മിഡിൽ പാത്താണ് ബുദ്ധൻ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വാട്ട് ആർ സ്തൂപാസ്. എന്താണ് സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത്? നോക്കിയോളൂ. ബിൽഡിങ്സ് ബിൽറ്റ് ഓൺ സൈറ്റ്സ് വെയർ ദ ഫിസിക്കൽ റിമൈൻസ് ഓഫ് ദ ബുദ്ധ ഓർ ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ ബുദ്ധ വെയർ ബറീഡ്. അതായത് ഈ ബുദ്ധൻ ഉപയോഗിച്ച സാധനങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളവയോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഫിസിക്കൽ റിമൈൻസ്, ഭൗതിക അവശിഷ്ടങ്ങൾ എന്തെങ്കിലും അടക്കം ചെയ്യുന്നതിനോ അതിൻ്റെ മുകളിൽ ബിൽഡിംഗ് ഒക്കെ ബിൽറ്റ് ചെയ്യുന്നു, ഒരു വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് സ്തൂപാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബിൽഡിംഗ് ബിൽറ്റ് ഓൺ സൈറ്റ്, ഓരോ സൈറ്റിൽ, പ്ലേസിൽ, ഓരോ സ്ഥലത്ത് ബിൽഡിംഗ് ബിൽറ്റ് ചെയ്യുന്നു, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അവിടെ എന്തുണ്ട്? വെയർ ദ ഫിസിക്കൽ റിമൈൻസ് ഓഫ് ദി ബുദ്ധ ഓർ ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ ബുദ്ധ വെയർ ബറീഡ്. ബുദ്ധൻ ഉപയോഗിച്ച സാധനങ്ങളോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഫിസിക്കൽ റിമൈൻസോ അവിടെ ബറി ചെയ്തിട്ടുണ്ടായിരിക്കും, കുടിച്ചിട്ടുണ്ടായിരിക്കും. മെയ്ഡ് ഇൻ സെമി സർക്കുലർ ഷേപ്പ്. ഇതെങ്ങനെയാണ്? ഒരു സെമി സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിച്ച് ഇൻ കാർവിങ്സ്, ഒത്തിരി കൊത്തുപണികളൊക്കെ ഇതിലുണ്ടായിരിക്കും. സാഞ്ചി ആൻഡ് സാരനാഥ് സ്തൂപാസ് ആർ ഫേമസ്. പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ ഏതൊക്കെയാണ്? സാഞ്ചി സ്തൂപം, സാരനാഥ് സ്തൂപം. അപ്പോൾ എന്താണ് സ്തൂപങ്ങൾ? ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർത്ഥവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ്. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സംഘങ്ങളുടെ ഫീച്ചേഴ്സ്. അതായത് ബുദ്ധമതത്തിൽ സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സംഘത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കിയുള്ളൂ. ഫോംഡ് ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. ബുദ്ധിസത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടായിരുന്നു ഇത് ഫോം ചെയ്തത്. ഓൾ പീപ്പിൾ വെയർ അഡ്മിറ്റഡ് ടു ദ സംഘ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ.
കേസ്റ്റും ജെൻഡറും ഒന്നും പരിഗണിക്കാതെ തന്നെ എല്ലാ ജനങ്ങളെയും സംഘത്തിൽ അഡ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സംഘത്തിൽ ചേർത്തു എന്ന് പറയാം. ഓൾ പീപ്പിൾ വെയർ അഡ്മിറ്റഡ് ടു ദ സംഘ, എല്ലാ ജനങ്ങളെയും സംഘത്തിൽ അഡ്മിറ്റ് ചെയ്തു, റിഗാർഡ്ലെസ് ഓഫ് കേസ്റ്റ് ആൻഡ് ജെൻഡർ, കേസ്റ്റും ജെൻഡറും ഒന്നും പരിഗണിക്കാതെ തന്നെ. വിമൻ വെയർ നോൺ ആസ് ഭിക്ഷുണീസ്, അവിടെ ഈ സംഘത്തിൽ ചേർന്ന സ്ത്രീകൾ ഭിക്ഷുണീസ് എന്നറിയപ്പെട്ടു. മെൻ വെയർ കാൾഡ് ഭിക്ഷൂസ്, പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നും അറിയപ്പെട്ടു. ഡിസിഷൻസ് വെയർ മെയ്ഡ് ഇൻ ദ സംഘ ത്രൂ ഡിസ്കഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ദ മെജോറിറ്റി. ഈ സംഘത്തിൽ ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? മെജോറിറ്റിയുടെ ഡിസ്കഷൻസിലും ഒപ്പീനിയൻസിനെയും ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് മെജോറിറ്റി ആ സംഘത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരുമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരുന്നു ആ സംഘത്തിലൊരു ഡിസിഷൻ എടുത്തിരുന്നത്, ഒരു തീരുമാനം എടുത്തിരുന്നത്. ദ വർക്കിംഗ് ഓഫ് ദി സംഘ ഹെൽപ്ഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. അല്ലേ? അപ്പോൾ വർക്കിംഗ് ഓഫ് ദി സംഘത്തിൻ്റെ സംഘത്തിൻ്റെ പ്രവർത്തനം ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു. ടു ഡെവലപ്പ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ? എൻ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റിയിൽ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ വാല്യൂസ്, മൂല്യബോധം ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചു. അപ്പോൾ ഇത്രയാണ് സംഘത്തിൻ്റെ കാര്യം കേട്ടോ. നോക്കിയുള്ളൂ, ബുദ്ധമത പ്രചാരണത്തിനായി രൂപീകരിച്ച സംഘങ്ങളുടെ പ്രത്യേകത എന്ത്? സന്യാസിമാരുടെ സംഘങ്ങളായിരുന്നു. ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികളെന്നും പുരുഷന്മാർ ഭിക്ഷുക്കളെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയുമായിരുന്നു സംഘങ്ങളിലെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി. ലേറ്റർ ബുദ്ധിസം സ്പ്ലിറ്റ് ഇൻ ടു ടു നെയിം ദം, പിന്നീട് ബുദ്ധിസം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാണത്? മഹായാന, ഹീനയാന. മഹായാനം, ഹീനയാനം എന്നിങ്ങനെയാണ് ബുദ്ധമതം രണ്ടായിട്ട് പിരിഞ്ഞത്. നെയിം ദ ബുദ്ധിസം ഹു വർഷിപ്ഡ് ബുദ്ധ ആസ് ഗോഡ്. ഈ ബുദ്ധനെ ഗോഡായിട്ട് കണ്ട് ആരാധിച്ചിരുന്ന ആ സെക്ഷൻ എന്താണ് പറയുന്നത്? മഹായാന. ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന ബുദ്ധമതത്തിൻ്റെ ആ ഒരു സെക്ഷനെ പറയുന്ന പേരാണ് മഹായാനം. ഓക്കെ, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു തിങ്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഗനൈസേഷൻസ് വെയർ ഡെമോക്രാറ്റിക്? ഈ ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ പ്രവർത്തന രീതി ഡെമോക്രാറ്റിക് ആയിരുന്നോ, ജനാധിപത്യ രൂപത്തിലുള്ളതായിരുന്നോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് ഓഫ് ദി സംഘ ഹെൽപ്ഡ് ടു ഇൻകൽക്കേറ്റ് ദ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർന്നു വരാൻ ഈ പറയുന്ന ഈ സംഘത്തിൻ്റെ വർക്കിംഗ് ഹെൽപ്പ് ചെയ്തു. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിക്കോളൂ. യെസ്, ദ ആക്ടിവിറ്റീസ് ഓഫ് ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഗനൈസേഷൻ വെയർ ഡെമോക്രാറ്റിക്. ഈ ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് ഡെമോക്രാറ്റിക് ആയിരുന്നു, ജനാധിപത്യ രീതിയിലുള്ളതായിരുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ദേ വർ ഫോംഡ് ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. ഈ സംഘങ്ങൾ എന്തിനാണ് രൂപം കൊണ്ടത്? ഈ ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓൾ പീപ്പിൾ വെയർ അഡ്മിറ്റഡ് ടു ദ സംഘ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. കേസ്റ്റിനെയോ ജെൻഡറിനെ ഒന്നും അടിസ്ഥാനമാക്കാതെ എല്ലാ ജനങ്ങളെയും അതിൻ്റെ അകത്ത് ചേർത്തു. വിമൻ വെയർ നോൺ ആസ് ഭിക്ഷുണീസ്. സ്ത്രീകൾ എന്തെന്നറിയപ്പെട്ടു? ഭിക്ഷുണീസ് എന്നറിയപ്പെട്ടു. മെൻ വെയർ കോൾഡ് ഭിക്ഷൂസ്. പുരുഷന്മാർ ഭിക്ഷുക്കളെന്നും അറിയപ്പെട്ടു. ദ ഫംഗ്ഷനിങ് ഓഫ് ദി സംഘ ഹെൽപ്ഡ് ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് എ സെൻസ് ഓഫ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി. ഈ സംഘത്തിൻ്റെ ഫംഗ്ഷനിങ്, സംഘത്തിൻ്റെ പ്രവർത്തനം ഹെൽപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്യാൻ? ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് എ സെൻസ് ഓഫ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചു സംഘങ്ങളുടെ പ്രവർത്തന രീതി. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ കോമൺ ഐഡിയാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ ബുദ്ധ ആൻഡ് മഹാവീര. ഈ ബുദ്ധനും മഹാവീരനും പ്രചരിപ്പിച്ച കോമൺ ആയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. എന്താണ്? ബോത്ത് ഗേവ് ഇമ്പോർട്ടൻസ് ടു അഹിംസ ആൻഡ് കോമ്പാഷൻ ടുവാർഡ്സ് ഓൾ ലിവിങ് ബീയിങ്സ്. അതായത് ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻസ് ടു അഹിംസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലേ? അഹിംസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് കോമ്പാഷൻ ടുവാർഡ്സ് ഓൾ ലിവിങ് ബീയിങ്. എല്ലാ ജീവികളോടും സഹതാപപൂർവ്വം പെരുമാറി, അല്ലേ? അനുതാപം കാണിച്ചു, എല്ലാ ജീവികളോടും ഒരു കോമ്പാഷൻ കാണിച്ചു. ബോത്ത് റിജക്റ്റഡ് വേദിക് റിച്വൽസ് ആൻഡ് അനിമൽ സാക്രിഫൈസ്. രണ്ടുപേരും വേദിക് റിച്വൽസിൻ്റെയും അനിമൽ സാക്രിഫൈസിൻ്റെയും എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു, നിരാകരിച്ചു. അടുത്തത്, ബോത്ത് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജസ് ആൻഡ് ദാറ്റ് കോമൺ പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്. ബോത്ത് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജസ്. രണ്ടുപേരും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരുന്നത്. ദാറ്റ് കോമൺ പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ്. കോമൺ ആയിട്ടുള്ള പീപ്പിളിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കോമൺ ജനതയ്ക്ക്, അല്ലെ, സാധാരണ ജനങ്ങൾക്ക്
മനസ്സിലാകുന്ന തരത്തിലുള്ളത്. എന്തിനാണ്? ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്, അവരുടെ ഐഡിയാസൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ബോത്ത് ഓപ്പോസിറ്റ് കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ ഇനിക്വാലിറ്റീസ്. രണ്ടുപേരും കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരെയും സോഷ്യൽ ഇനിക്വാലിറ്റീസിനെയും അല്ലേ, സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളെയും എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു, എതിർത്തു. ഓക്കെ, ഇനി ഹൗ ഡിഡ് ബുദ്ധ റെസ്പോണ്ട് ടു ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദ 6th century BC? ഡിസ്കസ്. ഇൻഡിക്കേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. വേദിക് പ്രാക്ടീസ്, വർണ്ണ സിസ്റ്റം, സ്റ്റാറ്റസ് ഓഫ് വുമൺ. അതായത് ബുദ്ധ ആ സമയത്തുണ്ടായിരുന്ന, അതായത് 6th BC-യിലുണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്തായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കിയുള്ളൂ. അതിൽ വേദിക് പ്രാക്ടീസിനെ കുറിച്ച് എഴുതണം, വർണ്ണ സിസ്റ്റത്തിനെ കുറിച്ച് എഴുതണം, സ്റ്റാറ്റസ് ഓഫ് വുമൺ. ഇത് മൂന്നും ഉൾപ്പെടുത്തി വേണം നമ്മൾ ഈ ഒരു നോട്ട് തയ്യാറാക്കാൻ. നോക്കിയുള്ളൂ. വേദിക് പ്രാക്ടീസ് നോക്കുള്ളൂ. ബുദ്ധ ഒപ്പോസ്ഡ് വേദിക് റിച്വൽസ് ആൻഡ് അനിമൽ സാക്രിഫൈസസ്. ഈ ബുദ്ധൻ വേദിക് റിച്വൽസിനെയും അനിമൽ സാക്രിഫൈസിനെയൊക്കെ ഒപ്പോസ് ചെയ്തു, എതിർത്തു. ഹി പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് അഹിംസ അഗൈൻസ്റ്റ് വേദിക് പ്രാക്ടീസസ് സച്ച് ആസ് അനിമൽ സാക്രിഫൈസസ്. അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തു, അല്ലെ പ്രചരിപ്പിച്ചു, ദ ഐഡിയ ഓഫ് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞ ഐഡിയ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തു. പിന്നെ വേദിക് പ്രാക്ടീസസ് ആയിട്ടുള്ള അനിമൽ സാക്രിഫൈസിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? എഗെയിൻസ്റ്റ് ആയിരുന്നു, അതിന് എതിരായിരുന്നു ഇദ്ദേഹം. അടുത്തത് വർണ്ണ സിസ്റ്റം നോക്കുക. അടുത്ത ബുദ്ധ റിജക്റ്റഡ് കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ബുദ്ധൻ കേസ്റ്റ് ഡിസ്ക്രിമിനേഷനെ റിജക്റ്റ് ചെയ്തു, അല്ലെ, ജാതി വിവേചനത്തെ എതിർത്തു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു, നിരാകരിച്ചു. ആൻഡ് പ്രൊമോട്ട് ചെയ്തു. എന്താണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്? ഇക്വാലിറ്റി എമംഗ് പീപ്പിൾ, ജനങ്ങൾക്കിടയിലുള്ള ഇക്വാലിറ്റി, സമത്വത്തിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. ഹി അഡ്മിറ്റഡ് പീപ്പിൾ ഫ്രം ഓൾ കേസ്റ്റ് ടു ദ സംഘ. സംഘത്തിൽ അദ്ദേഹം എല്ലാ കേസ്റ്റിൽ നിന്നുള്ള ജനങ്ങളെയും അഡ്മിറ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് ചേർത്തു. അടുത്ത സ്റ്റാറ്റസ് ഓഫ് വുമൺ നോക്കണം. ബുദ്ധ അലൗഡ് വുമൺ ടു ജോയിൻ ദ സംഘ ആസ് ഭിക്ഷുണീസ്. ബുദ്ധൻ അലോ ചെയ്തു, അനുവദിച്ചു. ഈ സംഘത്തിൽ വുമൺ ജോയിൻ ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചു. അങ്ങനെയുള്ള വുമൺ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഭിക്ഷുണീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ദിസ് ഹെൽപ്ഡ് ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി. ഇത് വുമൻ്റെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു. ഇത്രയാണ്